നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മരണഭയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന നഷ്ടത്തെക്കുറിച്ച്. മരണഭയത്തോടെ ജീവിക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടും, മരണഭയമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെയും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഇവിടെ സമൂഹത്തിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെ നമുക്ക് ബൈബിളിലേക്ക് നോക്കിയാലും ഈ രണ്ട് ഗണത്തിൽപ്പെട്ടവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സഹോദരി സൂചിപ്പിച്ച ഒരു കാര്യം, അവർക്ക് അവര് മരിക്കുന്നതിനെ കുറിച്ചുള്ള പേടിയല്ല, അവരെങ്ങാനും മരിച്ചാൽ മക്കളുടെ കാര്യം എന്താവും, അതാണ് ഇവരിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നു പോവുകയും അവരെ അലട്ടുകയും ചെയ്തു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിള്ളേരുടെ കാര്യം എന്താവും. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, എൻ്റെ മക്കളെ കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിക്കണം. അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് അവരെ ഭരമേൽപ്പിച്ചു. ഈ സ്ത്രീ പറഞ്ഞത് അതെന്റെ ജീവിതത്തിൽ വലിയൊരു റിലീഫ്, ഒരു ആശ്വാസം പകർന്ന ഒരു കാര്യമാണ്. എൻ്റെ മനസ്സിന് വലിയ വിടുതലുണ്ടായ ഒരു സംഭവമാണ്. ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ദീർഘായുസാണ് ലഭിച്ചത്. വേറൊരു ക്യാൻസർ രോഗി 24 വർഷം മുമ്പ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ഇപ്പോഴും പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ കുടുംബത്തിന് ഒരു ഭാരമൊന്നും ആയിട്ടില്ല. ഞാൻ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ നാവിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അന്ന് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നത്തിങ് ഹാപ്പൻസ് വിതൗട്ട് ദ നോളജ് ഓഫ് ഗാഡ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവാശ്രയത്വമുള്ള ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ അങ്ങനെ എടുത്തത് കൊണ്ട് ഈ 24 വർഷം കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമില്ലാതെ പുള്ളി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മരണഭയം ഇല്ലാതിരുന്നാൽ ഒരുപാട് നേട്ടം ഉണ്ടാവും. മരണഭയം കയറി പിടിച്ചാൽ അത് ഒരുപാട് നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുത്തും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, മരണഭയം ദൈവത്തെ അറിയാത്തതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം ആരാണ്, ദൈവം നമുക്കായി ചെയ്യുന്നത് എന്താണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞവര് മരണഭയത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. മരണഭയം അകാരണമായിട്ട് മരണഭയം ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നാം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നത് പോലും ദൈവത്തെ അറിയാത്തത് കൊണ്ട്. അങ്ങനെയെങ്കിൽ മരണഭയോ, അതും ദൈവത്തെ അറിയാത്തതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്ത് ഇന്നത്തെ ജീവിതത്തെ കാണാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല, നിരാശയുടെ ആവശ്യം അവരുടെ ജീവിതത്തിൽ വരത്തില്ല. പറയുണ്ട്, ദൈവം ആരാണെന്നും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴാണ് മരണഭയം നമ്മെ വേട്ടയാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ശരിക്കും അറിഞ്ഞ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വളർച്ച ഇല്ലാത്തവരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോയി, പ്രായമാകുമ്പോൾ നീ കൈകെട്ടി നിൽക്കും, മറ്റൊരാൾ നിന്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ നയിച്ചെന്നും വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മീയ പക്വത, ആത്മീയ വളർച്ച പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. അത് സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം എൻ്റെ ഇഷ്ടമോ എൻ്റെ പ്ലാനോ എൻ്റെ പദ്ധതിയോ ഒന്നുമല്ല. കൈകെട്ടി നിന്ന് കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി അത് ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. അത് ദൈവത്തെ അതുപോലെ അടുത്തറിഞ്ഞവർക്കേ അത് സാധ്യമാകൂ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം, മരണഭയം സാധാരണ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്കുണ്ടാകേണ്ടതാണ്. അമിതമായിട്ട് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ദൈവവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോക ജീവിതത്തെക്കാൾ സുന്ദരമാണ് മരണാനന്തര ജീവിതം. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 5-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എത്രയും നേരത്തെ മരിച്ചാൽ അത്രയും എനിക്ക് സന്തോഷം. കാരണം എൻ്റെ ആത്മാവ് ശരീരത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ബോണ്ടേജ്, അടിമത്തം, അതിൽ നിന്നും രക്ഷപ്രാപിച്ച് ദൈവത്തെ മുഖാമുഖം കാണുന്നു. എൻ്റെ സ്വർഗീയ വസതിയിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഈ മനുഷ്യൻ മരണത്തെ ഭയപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. കാരണം ഒരു നാഴിക മുമ്പ് മരിച്ചാൽ അത്രയും സന്തോഷം. അങ്ങനെ പറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയാണ്, ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജീവിച്ചിരുന്നാൽ കർത്താവിന് വേണ്ടി, മരിച്ചാൽ എനിക്കതൊരു നേട്ടമാണ്. അപ്പം മരണഭയം ഒരല്പം പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിലിപ്പിയർ 1-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ
ഈ കാര്യം പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതാ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കർത്താവ് എന്നോട് കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും അതിലൂടെ ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാൽ അതിന് ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ഇഷ്ടം മരിച്ച് ദൈവത്തോട് ഒന്നായി തീരുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തി. ജീവിക്കാനും റെഡി, മരിക്കാനും റെഡി. അങ്ങനെയുള്ളവരെ മരണഭയം തൊട്ട് തീണ്ടത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനുള്ള മറ്റൊരു കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവസാനമായിട്ട് നമുക്ക് അകാരണമായ ഭയം, അത് അകാല മരണത്തിലേക്ക് നമ്മളെ നയിക്കും. അവിടെ ഞാൻ പറഞ്ഞ മരണഭയമില്ലെങ്കിൽ അത് വലിയ നേട്ടമാണ്. ജീവിക്കുന്നിടത്തോളം കാലം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അകാരണമായ ഭയമുണ്ടെങ്കിൽ അത് അകാല മരണത്തിലേക്ക് പോലും നമ്മെ നയിച്ചെന്ന് വരും. ബൈബിളിൽ ഒരു 366 പ്രാവശ്യമെങ്കിലും പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സുഭാഷിതങ്ങൾ 29-25 വായിച്ചാൽ ഭയം ഒരു കെണിയാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 30-24 വായിച്ചാൽ ഉത്കണ്ഠ അകാല മരണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെയാണ് അകാരണമായിട്ടുള്ള ഭയം അകാല മരണത്തിന് വഴി തുറക്കാം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ലൂക്കാ 10-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒരു ബോധ്യത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ ഒരു കാരണവശാലും മരണത്തെയോ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അകാരണമായി മരണത്തെ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്. അവർക്കൊരു വിടുതലും വിമോചനവും ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.